പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളിൽ രാജ്യം തിളങ്ങി നിൽക്കുന്ന ദിനം. പറഞ്ഞാലും എഴുതിയാലും തീരാത്ത മഹത്വങ്ങളാണ് നമ്മുടെ രാഷ്ട്രപിതാവിനുള്ളത്. എന്താണ് കാരണമെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? തൻ്റെ ജീവിതം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി മാറ്റിവെച്ചു എന്നതുകൊണ്ടാണ്. അതോടൊപ്പം ഈ രാജ്യത്തെ ജനങ്ങളുടെ നല്ല ജീവിതം സ്വപ്നം കണ്ടു ആ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ്. തൻ്റെ ഓരോ സമര രീതികളും രാജ്യനിർമ്മാണം മാത്രം സ്വപ്നം കണ്ടായിരുന്നു ഗാന്ധിജി ആവിഷ്കരിച്ചിരുന്നത്. അഹിംസയായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സമരായുധം. സത്യാഗ്രഹവും വലിയ റാലികളുമൊക്കെ സമര രീതികളുടെ വിവിധ മാർഗങ്ങളായിരുന്നു. മഹാത്മാവിൻ്റെ ഓരോ വാക്കുകളും ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടവയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആശയങ്ങളും പ്രവർത്തനങ്ങളും ജീവിതം മുഴുവനായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നും ഇന്ത്യയിലെന്ന് മാത്രമല്ല, ലോകത്തിനു തന്നെ വെളിച്ചം നൽകുന്നുവെന്നതാണ് സത്യം. ഗാന്ധിജിയുടെ ജീവിതം പഠിക്കാൻ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം മാത്രം വായിച്ചാൽ മതി. പരീക്ഷണങ്ങൾക്കിടയിലെ അവസരങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നതാണ് ആ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതിനോട് ചേർന്ന് നിൽക്കാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ പ്രോത്സാഹിപ്പിക്കാനും ആളുകൾ വട്ടം കൂടിയപ്പോൾ അത് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ചു എന്നതാണ് സത്യം. പക്ഷേ ആ ജീവിതത്തിൻ്റെ പരിസമാപ്തി കുറിക്കപ്പെട്ടത് എങ്ങനെയെന്നത് വലിയ വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. ചരിത്രം അങ്ങനെ വായിക്കേണ്ടി വന്നു എന്നതാണ് നമ്മൾ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ശാപവും. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന കൊലയാളി ആ മഹാത്മാവിൻ്റെ നെഞ്ചത്തേക്ക് കാഞ്ചി വലിച്ചപ്പോൾ പിടഞ്ഞു വീണത് ഗാന്ധിജി മാത്രമല്ല, ഈ മഹാരാജ്യവും കൂടിയാണ്. എന്നിട്ടും അക്രമിയെ പൂവിട്ട് പൂജിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇനി എന്ന് നന്നാവും എന്നത് മാത്രം ബാക്കിയാവുന്ന ചോദ്യം. പ്രിയപ്പെട്ടവരെ, കേവലം പരിസരം വൃത്തിയാക്കിയാൽ മാത്രമല്ല ഈ ദിനത്തിൽ നാം ചെയ്യേണ്ടത്, മറിച്ച് ഗാന്ധിജി പകർന്ന ജീവിത മൂല്യങ്ങളെയും ആദർശ വിശുദ്ധിയും സഹന സമരത്തിൻ്റെ ഉദാത്ത മാതൃകകളും നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ നന്മയുടെ വഴികളിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള പ്രതിജ്ഞയാവട്ടെ ഈ ദിനത്തിൽ ഏറ്റവും വലിയ തീരുമാനം. ജയ് ഹിന്ദ്.